ഹലോ ഗായ്സ്, വെൽക്കം ടു ചാനൽ ടച്ചു കൃഷ്ണ. ഇത് ഞങ്ങളുടെ ഫാമിലത്തെ കാടക്കോഴി ആട്ടോ, 6 നമുക്ക് ഈ കാടക്കോഴിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലോ? നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കാടക്കോഴിക്കുള്ള മസാല ഇതാക്കാട്ടോ. 1 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇടാട്ടോ. നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയേ. നമുക്ക് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്തിട്ട് കാണാം. നമുക്ക് ഇനി കാടക്കോഴി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് കഴിഞ്ഞു. എന്നിട്ട് നമുക്കൊന്ന് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്താലോ? നമുക്ക് ഇനി കുക്കർ തുറക്കാം കേട്ടോ. നല്ല സ്മെല്ല് തന്നെ വരുന്നുണ്ട് കുക്കർ തുറന്നിട്ട്. നമുക്ക് ചീഞ്ചട്ടി വെച്ചിട്ട് ചീഞ്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അതിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കാടക്കോഴി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി ഇതിലേക്ക് കാടക്കോഴി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഇത്ര സിമ്പിൾ എന്ന് വെച്ചാൽ വൈകുന്നേരമാണ് നമ്മളിതൊക്കെ ചെയ്യണത്. അടുത്ത ബാച്ചും എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് വറുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്ത് കുഞ്ഞേതായിട്ട് കിട്ടിയേക്കണേ. നമ്മൾ സെക്കൻഡ് ബാച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ 4 പീസ് ഉള്ളൂ. അപ്പോൾ നമുക്കത് വറുത്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കാട ഫ്രൈ